നമ്മൾ ബ്ലൗസിന് എങ്ങനെയാണ് ത്രെഡ് പൈപ്പിംഗ് വെക്കുന്നതെന്ന് നോക്കാവേ. ഞാനിതൊരു റഫ് തുണിയിലാണ് വെട്ടിയിരിക്കുന്നത്. നല്ല ബ്ലൗസിൻ്റെ ഒന്നുമല്ല, കഴുത്ത് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ വെട്ടുന്നതാണ്. നമ്മളതിന് ആദ്യം ഒരു ക്രോസ് പീസ് എടുക്കണം. ക്രോസ് പീസ് എടുത്തിട്ട് നമ്മളൊരു ത്രെഡ് എടുക്കണം. ആ ത്രെഡ് എടുത്തിട്ട് നമ്മൾ ആ പീസിനകത്ത് വെച്ച് നമ്മളൊന്ന് മടക്കി വെച്ച് തയ്ക്കുക. മടക്കി വെച്ച് തയ്ച്ചതിന് ശേഷം നമ്മൾ അത് കറക്റ്റ് നല്ല ഉരുട്ടി മടക്കി തയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ ത്രെഡ് ഉണ്ടെങ്കിലും ഒന്നും വേണ്ട, അതിനകത്തോട്ട് വെച്ചിട്ടൊന്ന് മടക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ ബ്ലൗസിൻ്റെ കഴുത്ത് പീസ് വെട്ടിയിട്ടില്ലേ, ആ കഴുത്ത് പീസ് വെട്ടിയതിന് വീണ്ടും ഒരു ക്രോസ് പീസ് കൂടെ നമ്മൾ വെട്ടിയെടുക്കണം. അതായത് ആ ക്രോസ് പീസ് നമ്മൾ ബ്ലൗസിന് അതിപ്പം വേറെ വ്യത്യസ്തമായ ഒരു കളറാണേലും കുഴപ്പമില്ല, അത് ഒരേ കളറാണേലും കുഴപ്പമില്ല, പക്ഷേ വ്യത്യസ്തമായ ഒരു കളറാണെങ്കിൽ അതായിരിക്കും കാണാൻ ഭംഗിയേ. ഇപ്പം നിങ്ങളുടെ ബ്ലൗസിൻ്റെ കളറും നമ്മൾ ഈ വെക്കുന്ന ക്രോസ് പീസിൻ്റെ കളറും രണ്ടും രണ്ടായിരിക്കണം, ആ ത്രെഡിൻ്റെയൊക്കെ കളർ, എങ്കിലേ ഇത് കാണാനായിട്ട് ഒരു ഭംഗിയുള്ളേ. എന്നിട്ട് നമ്മളത് ആ ബ്ലൗസ് പീസിലോട്ട് വെക്കുമ്പോൾ ആദ്യം നമ്മൾ ആ ത്രെഡ് വെച്ച ആ പീസ് ബ്ലൗസ് പീസിലോട്ട് വെച്ചതിന് ശേഷം നമ്മളല്ലാതെ ഒരു ക്രോസ് പീസ് വെട്ടുകയല്ലേ, അതുകൂടെ കയ്യിലെടുക്കും. നമ്മൾ ആ ക്രോസ് പീസ് വെട്ടുമ്പോൾ ഞാൻ 1 ഇഞ്ചാണ് ക്രോസ് പീസ് വെട്ടിയിരിക്കുന്നത്, 1 ഇഞ്ച് വീതിയിൽ, അല്ലെ 1 സെൻറ്റിമീറ്റർ വീതിയിലാണ് ഞാൻ ക്രോസ് പീസ് വെട്ടിയിരിക്കുന്നത്. അത് തന്നെയല്ല, ആ ക്രോസ് പീസ് വെട്ടിയിട്ട് അതൊന്ന് വലിച്ചു നോക്കണം, അപ്പം നല്ല ക്രോസ് ആയിട്ടിരിക്കും. അല്ലെ നമ്മൾ ഇനിയും ഏറെ നീളമുള്ളതാണെങ്കിൽ നമ്മൾ 2 എണ്ണം കൂട്ടി യോജിപ്പിക്കണ്ടേ. അപ്പോൾ ആ കറക്റ്റ് വെട്ടിയ ക്രോസ് പീസ് 2ഉം കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് അടിച്ചതിന് ശേഷം നമ്മളൊന്ന് വലിച്ചു നോക്കണം, എത്രയും വലിയുന്നോ അത്രയും നല്ലതാണ്. എന്നിട്ട് നമ്മളത് ആദ്യം നമ്മൾ ആ പൈപ്പിംഗ് വെച്ച തുണി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ക്രോസ് പീസ് വെട്ടിയെടുത്തതൂടെ വെച്ച് ഒന്നടിക്കുക. ത്രെഡ് വെച്ച ആ പീസ് നമ്മൾ കഴുത്തേലോട്ട് ചേർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ രണ്ടാമത് വെട്ടിയെടുത്തില്ലേ ഒരു ക്രോസ് പീസ്, അത് അതിൻ്റെ മുകളിലോട്ട് വെച്ചടിക്കുക കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് വെച്ചടിക്കുമ്പോഴത്തേനും ആ ക്രോസ് പീസ് നല്ലതായിട്ട് ക്രോസ് ആയിരിക്കണം, അല്ലാതെ വെച്ചാൽ ശരിയാകത്തില്ലേ. അത് അതിൻ്റെ മുകളിലോട്ട് വെച്ചടിച്ചതിന് ശേഷം മൊത്തം നമ്മുടെ കഴുത്തിലേക്ക് മൊത്തം അതങ്ങ് അടിച്ചു പിടിപ്പിക്കണം. ഞാനിവിടെ ഒരു പിങ്ക് പീസാണ് വെട്ടിയിരിക്കുന്നത്. അത് 1 സെൻറ്റിമീറ്റർ വീതിയിലും ആ ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ അത്ര നീളത്തിലുമാണ് ഞാൻ ആ പീസ് വെട്ടിയിരിക്കുന്നത്. നമ്മൾ ആ ത്രെഡ് വെച്ച പൈപ്പിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പീസ് കൂടെ വെച്ച് നമ്മൾ അടിക്കുക, ഒരടി അങ്ങ് അടിക്കുവാണ്. നമ്മളിത് തയ്ക്കുമ്പോഴേ നമ്മൾ ആ ത്രെഡ് വെച്ച പീസില്ലേ, അതിൻ്റെ എഡ്ജും ഇതിൻ്റെ എഡ്ജും കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് അടിക്കാവുള്ളേ. രണ്ടത്തിലും അടി കയറണം. എന്നിട്ട് നമ്മളത് അടിച്ചതിന് ശേഷം നമ്മുടെ കഴുത്തേൽ എത്രമാത്രം നീളത്തിലാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അത്രയും നീളത്തിൽ അതുപോലെ അടിച്ച് വെക്കണം.
അത് അടിക്കുമ്പോഴേ നമ്മൾ രണ്ടാമത് വെച്ച പൈപ്പിങ് വെക്കുന്ന പീസില്ലേ, അതിൻ്റെ സൈഡ് വശം ഒന്ന് കൈകൊണ്ട് അല്ല മെഷീനിലൊന്ന് അടിച്ചാലും കുഴപ്പമില്ല. ഇനി അടിച്ച് തേര് വശമൊക്കെ ഉള്ള തുണിയാണെങ്കിൽ അടിക്കണമെന്നില്ല. ഞാനിപ്പോൾ ഇത് മടക്കി വെച്ചിരിക്കുന്ന തുണിയാണ്. ഇത് ഇങ്ങനെ അടിച്ചതിന് ശേഷം നമ്മൾ ആ ഒടുവിൽ അതിൻ്റെ മുകളിൽ വെച്ച ആ പൈപ്പിങ്ങിൻ്റെ തുണി നമ്മളിത് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ആ 2 പീസും കൂടെ നമ്മൾ മുറിയാതെ, അറ്റം മുറിഞ്ഞു പോകരുത് തയ്യൽ ചെയ്യാതെ, നമ്മൾ ആ കത്രിക കൊണ്ട് നമ്മളതിൻ്റെ ഇങ്ങ് വരെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിടണം. മുറിക്കുന്ന വഴി ശ്രദ്ധിക്കണം, നമ്മുടെ തയ്ച്ച അത് പോകരുത് കേട്ടോ. കത്രികയുടെ ആ അറ്റം കൊണ്ടൊന്ന് മുറിച്ചാൽ മതി. കാരണം നമ്മളത് ഒന്നുകൂടെ മടക്കുമ്പോഴത്തേന് ചുളിവ് വരാതിരിക്കാൻ ഇങ്ങനെ മുറിക്കുന്നത്. നമ്മൾ മുറിക്കണം. എന്നിട്ട് മിച്ചം എങ്ങാനും ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടിച്ച് കളഞ്ഞേക്കണം. നല്ല ഷേപ്പ് വരുത്തിയിട്ട് നമ്മൾ ഇങ്ങ് വരെ ഒന്ന് അറ്റം കൊണ്ടൊന്ന് മുറിച്ച് വിട്ടേക്കണേ. അത് നമ്മൾ മറിച്ച് ഇടുമ്പോൾ ചുളുക്കം വരത്തില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ വിടുന്നത്. പിന്നെ ഞാനിവിടെ തയ്ക്കാൻ എടുത്തിരിക്കുന്ന ഈ ബ്ലൗസിൻ്റെ കഴുത്ത് ഒരു അളവിനൊന്നും അല്ല കേട്ടോ. ഇതൊരു പഴയ ഒരു കട്ട് പീസിൻ്റെ തുണിയാണ്. കറക്റ്റ് ഒരു ഒരു ടവലിനുള്ള തുണിയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതുകൊണ്ട് നിങ്ങളെ ഈ പൈപ്പിംഗ് എങ്ങനെ വെക്കുന്നതെന്ന് കാണിക്കാൻ മാത്രം വെക്കും. അല്ലാതെ ഇതൊരു കറക്റ്റ് ബ്ലൗസൊന്നും അല്ല, ഇതിൻ്റെ കറക്റ്റ് അളവും അല്ല. ആ കഴുത്തിൽ എങ്ങനെ ഇത് വെച്ച് പിടിപ്പിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, അളവൊന്നും നോക്കണ്ട കേട്ടോ. അതായത് നമ്മൾ തയ്ച്ച് വരും, നിങ്ങൾ നല്ല തുണിയല്ല. ചിലരൊക്കെ എന്നോട് കമൻറ്റ് ചോദിച്ചു, ഏതായാലും തയ്ക്കുന്നില്ലേ, നല്ല തുണിയെ തയ്ച്ചു കൂടെ എന്ന് ചോദിച്ചു. പക്ഷെ നല്ല തുണി ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ തയ്ക്കുവാണേ. ഞാൻ പഠിച്ച കാര്യം നിങ്ങൾക്കൊന്ന് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നൊന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അല്ലാതെ ഇത് നല്ല പുത്തനൊന്നും വിൽക്കാനോ ഒന്നുമുള്ള തുണിയൊന്നുമല്ല. നിങ്ങളതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പഠിക്കാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളേ. ഞാൻ ഈ ചെയ്യുന്നത് പോലെ നിങ്ങളും പഴയ തുണിയിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ പുതിയ തുണിയെ വെച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാവുള്ളേ. ഞാനിനി ഇതുപോലെ നല്ല തുണിയിൽ ഒരു പൈപ്പിംഗ് ചെയ്യുമ്പം തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരാവേ. ഇതുപോലെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാനിതുപോലെ ഒരുപാട് പഠിക്കാൻ വേണ്ടിയുള്ള വീഡിയോ തയ്യലിൻ്റെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നേരം കിട്ടുമ്പം കയറി ഒന്ന് കാണണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിതുപോലെ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്.